ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണത്. ഒരു ഫുൾ ഡേ ഉണ്ടാവും. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യണതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. എന്താണ് മിസ്റ്റർ പരിപാടി? എന്താ സ്കിന്ന് ഡ്രൈ ആയിട്ട് മോയ്സ്ചറൈസ്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി. ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല. അതെ, ഡെലിവറിക്ക് പോയിരിക്കുന്നു. ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പം ഇന്ന് സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറയാം അല്ലേ? അപ്പോൾ മോനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇത്രയും രാവിലെ എണീപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ്. സമയം 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ തിരക്കിലാണ്. അനിയത്തി ഇപ്പോൾ ജോലി കിട്ടിയേക്കണോണ്ട് അവൾ ആ തിരക്കിലൊക്കെയാണ്. അവിടെ വീഡിയോ എടുക്കാൻ ആളില്ല. വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും. ഞാൻ വിളിച്ചില്ല, അവൾ ബിസിയാണ്. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ആൾ പുറത്തു പോയ സമയത്ത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കൊടുത്തു പോകാം. വലിയ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൂടാ, എന്നാലും നോക്കി വെക്കാം. ഇതാ ഞാൻ റൂമിൽ അലമാരിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതാ ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് കൊണ്ടേ കൊടുത്തിട്ട് വരാം. ഓണാക്കരുത് കേട്ടോ. അങ്ങനെ നീക്കി ഇന്നെന്താ ആനിവേഴ്സറി ആയിട്ട് പരിപാടി? ഇന്നെന്താ, ഷോപ്പുണ്ട്. വൈകുന്നേരം വൈകുന്നേരം പുറത്തൊക്കെ പോകും. പിന്നെ സദ്യ, കുട്ടി സദ്യ. ചെറിയ സദ്യ. കാരണം വൈകുന്നേരം പുറത്തു പോയി കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് എൻ്റെ വക, എൻ്റെ സേവിങ്സിൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ്. താങ്ക് യു. ഇതെന്താ? ഇതെന്താ? നന്നായിട്ടുണ്ട്. ഷർട്ട്. ഇതില് ഈ ഒരു ഷർട്ട് നമ്മൾ കൂടിപ്പോയി എടുത്തതാണ്, ആ വൈറ്റ്. പക്ഷെ ആൾക്കറിയാൻ വയ്യാത്തൊരു സംഭവം ഇതായിരുന്നു. പക്ഷെ അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിനാണ് ഇവര് അമ്പലത്തിൽ പോയത്. ഇതിനാ ഇവര് അമ്പലത്തിൽ പോയത്. ഞാൻ എന്താ അറിയോ, പിന്നെ അമ്പലത്തിൽ പോയതല്ലേ. ഞങ്ങളുടെ ജോലിക്കാരിയായിട്ടോ.
അതുകൊണ്ട് സമയമൊന്നുമില്ല, വീഡിയോ എടുക്കാൻ ആളില്ല ഞങ്ങക്ക്. ഇട്ടിട്ട് പോകുന്നു ഇട്ടിട്ട് വരാം. ഞാൻ കിച്ചണിൽ കയറണോണ്ട് കേട്ടോ ഇതിട്ടത്, അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഫുൾ ഡേ ഇതാക്കും. കറക്റ്റ് അല്ലേ? മനുവിനെ ഗിഫ്റ്റ് വാങ്ങിച്ചത് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഫസ്റ്റ് ഗിഫ്റ്റ് ആ ഹെഡ്ഫോൺ വാങ്ങിച്ചത് ഇവർക്കൊക്കെ അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. അതെങ്ങനെ? അവരൊക്കെ ഉള്ള ടൈമിന് അത് വന്നത്. അത് ഞങ്ങളുടെ സിനിമ കണ്ടോണ്ടിരിക്കുക. ഞങ്ങളുടെ ഏകദേശം പണിയൊക്കെ ഒതുങ്ങി, കുറച്ച് പാത്രം കൂടി കഴുകാനുള്ളൂ. ചെറിയ സദ്യ അല്ലേ? കഴിക്കാൻ പോകട്ടോ. മനു ആദ്യമൊക്കെ ഒരു വൈ കൊടുക്ക്, അമ്മ ഒന്ന് കാണട്ടെ. കല്യാണത്തിന് തന്നെ നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഓർമ്മയുണ്ടോ? അതന്നെ, രണ്ടാളും ചേർന്ന് കഴിച്ചിട്ടില്ലല്ലോ. അന്ന് എനിക്ക് വയ്യായിരുന്നു, നല്ല തലവേദനയായിപ്പോയി ആതിരക്ക്. ഉറങ്ങാനിട്ടേ ഛർദി വരുന്ന പോലൊക്കെ ആയിന്ന് പറഞ്ഞു. ഹാപ്പി വെഡിങ് ഡേ. ഇനി ആതിര മനുവിന്. അമ്മയുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ചെയ്തല്ലേ? ബർത്ത്ഡേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ടൈമാ. ഓക്കേ. ടേസ്റ്റ് ഉണ്ടോ? മിൽക്ക് മേഡ് വെച്ചിട്ടില്ല. ഇത് പാക്കറ്റ് മിക്സ്. സദ്യ എങ്ങനെയുണ്ട് സാർ? പായസം എവിടെ പോണമ്മ? നമ്മള് എൻ്റെ മോൻ ഇന്ന് അവൻ്റെ വെഡിങ് ഡേ ആയ കാരണം ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷം. അതിനൊരു ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതപ്പോൾ 8:30 അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ആതിരയ്ക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്, പറഞ്ഞിട്ടില്ല. അപ്പം അവിടെ പോയിട്ട് നമുക്ക് എന്താന്നുള്ളത് കാണാം കേട്ടോ. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. ടാറ്റ പോവാന്ന്. ഇത് ആതിര എടുത്തുന്ന ഷർട്ടാണ്, ഇല്ലാത്ത പാറ്റേൺ അല്ലേ ഇത്? അതെ, ഞാൻ അങ്ങനത്തെ നോർമലി ലൈൻസ് ഒന്നും ഇടാറില്ല. ആതിര നന്നായിട്ടുണ്ട് കേട്ടോ അല്ലേ? അത് അമ്മ അടുത്ത് ചോദിക്കും. വേറെ ഒന്നുണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമായി എടുത്തത്. ആ ചെക്ക് ഷർട്ടും ഇല്ല മനുവിന്റെ. അതെ, അപ്പൊ നമുക്ക് എവിടെ പോവാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. എവിടെ വെച്ചാ പോണ്? ഞങ്ങള് ടൂറ് പോവാ. മനുവിടെ വെഡിങ് ഡേ അവിടെ റെഡി ആയി പോവാൻ. മനു ആതിര വെഡിങ് ഡേ. കറങ്ങാൻ പോവാല്ലേ? ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, ന്യൂ റെസ്റ്റോ കഫേയിലോട്ട്. അത് നമുക്ക് ഓർഡർ ചെയ്യാം, എല്ലാം കഴിക്കണമല്ലോ. കേസ് ഇത് എനിക്കറിയില്ലാത്ത കാര്യം കേട്ടോ.
ഓപ്പൺ ചെയ്തോ അമ്മയ്ക്ക് കൊടുത്ത് വേണ്ട നല്ലുണ്ട് മധുരത്തിലേക്ക് ചെറിയൊരു പ്രശ്നം എങ്ങനെയുണ്ട് അതിന് തുറന്നു നോക്കാം. iPhone 16 Plus. തുറക്കട്ടെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ചോദിക്കുമ്പോ ഓണാക്കി സ്ക്രീൻ കാർഡൊക്കെ ഞാൻ ഒപ്പിച്ചു. ആദ്യം സെലക്ട് ചെയ്യാണ്. എന്തൊക്കെ എന്തൊക്കെ കൊറേ ഉണ്ട്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താ ചോദിക്കണം. സിഗ്നേച്ചർ ഐറ്റം അല്ലേ? സിഗ്നേച്ചർ ഐറ്റം എന്നാണ് അത് ഓർഡർ ഒരു ചപ്പാത്തിയോ ജ്യൂസ് ഉണ്ടാവും, ഷേക്ക് ഉണ്ടാവും. ഷേക്കിൽ അവക്കാഡോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഷേക്ക് ഫ്രൂട്ടിൽ അടിക്കണം. എന്താ വേണ്ടത്? ജ്യൂസ് എന്താ വേണ്ടത്? എങ്ങനെ ഉണ്ട് അതിന്? ഫോൺ നല്ലതാ. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഫോട്ടോ എടുത്തു, അങ്ങനെയൊക്കെ ഉള്ളു. കേട്ടു നല്ലതാണെന്നുള്ളത്. ഹാപ്പിയാണോ? സൂപ്പർ ഫോൺ. എനിക്കത് ഫോൺ കിട്ടിയോണ്ടല്ലോ കേട്ടോ ഞാൻ ഹാപ്പി ആയത്. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ യാത്ര ഇങ്ങനെ ഔട്ടിങ്ങിന് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നാടൻ പോത്ത് വരട്ടിയത്, ഗീ റൈസ്, പത്തിരി, സലാഡ്. ഐറ്റംസ് വരാണ്ട് കേട്ടോ. മഷ്റൂം ഫുൾഡ് ബീഫ് ബർഗർ, ബീഫ് സ്റ്റൂഡ്, ബീഫ് സ്റ്റൂ, നൈഫ് പത്തിരിയ, ബീഫ് സ്റ്റീക്ക് അല്ല അടിപൊളിയുണ്ടല്ലേ. ഇത് ഫ്രൂട്ട് സലാഡ് ആണ് കേട്ടോ. ബീഫ് സ്റ്റീക്ക് വന്നിട്ടുണ്ടോ? നമ്മള് വീട്ടിലുണ്ടാക്കാറുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തു നിന്ന് ബീഫ് സ്റ്റീക്ക് കഴിക്കണത്. നമ്മൾ കഴിച്ചു നോക്കാം. ഇത് മാത്രം കഴിച്ചോ. നമുക്ക് മാഷ് പൊട്ടാറ്റോ ചേർത്ത് കഴിച്ചോ. സ്റ്റേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടോ. നന്നായിട്ടില്ലല്ലേ?
എന്താ കഴിക്കണേ എമ്മ? എന്താ കഴിക്കണേ? ചപ്പാത്തി. ചപ്പാത്തി നാടൻ പോത്ത് വരട്ടി. കഴിക്കേ. ഗീ റൈസ് ഉണ്ട്. ചപ്പാത്തി നന്നായിട്ടുണ്ട്. ഉണ്ടാക്കില്ലേ? പക്ഷെ ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? ഇല്ലേ? നല്ല സോഫ്റ്റും ആണ്. നാടൻ പോത്ത് വരട്ടിയത് വേണോ? എല്ലാരും എടുത്തോ? പിന്നെ ബീഫ് സ്റ്റൂ ഉണ്ട് കേട്ടോ. ഗീ റൈസ്, നാടൻ പോത്ത് വരട്ടിയത്, ബീഫ് സ്റ്റൂ കഴിച്ചു നോക്കുക. നന്നാ സ്റ്റൂ കഴിച്ചോ? പോത്ത നല്ല വെന്തുണ്ടല്ലോ. എന്ത് ജ്യൂസാണ്? ഫ്രൂട്ട് മിക്സ് ജ്യൂസാ. നമ്മള് വീട്ടിലുണ്ടാക്കണ പോലെ അല്ലേ? വരട്ടി ചെയ്യണ പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെയോ 4 ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാ. ടേസ്റ്റ് നോക്കുമ്പോൾ മഷ്റൂം പുൾഡ് ബീഫ് ബർഗർ ഒരു കട്ട് ചെയ്ത് തന്നുണ്ട്. തോട് കഴിച്ചോ? മഷ്റൂമിന്റെ ഫ്ലേവർ ഉണ്ട്, ആ ബീഫിന്റെ ബാറ്റിയും നല്ല അടിപൊളിയായിരുന്നു. രണ്ടും കൂടി ചേരുമ്പോ ചീസും അടിപൊളിയായിരുന്നു. അതിൽ കുടിക്കണം. എന്താ കുടിക്കണം? ഇത് അവക്കാഡോ ഷേക്ക്. ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് രണ്ടുപേർക്ക് ഷേക്ക് കുടിക്കാൻ ഒരു ആഗ്രഹം. അപ്പോ അച്ഛൻ അവിടെ പോയാലും ഷാർജ ഷേക്ക് അല്ലെങ്കിൽ ചിക്കു ഷേക്ക്, അതാ രണ്ടുമാണ് അച്ഛന്റെ ഫേവറേറ്റ്. അപ്പൊ അമ്മയ്ക്ക് അവക്കാഡോ മേടിച്ച് അച്ഛന് നോർമൽ ഷാർജ ഷേക്ക് മേടിച്ചു. അപ്പൊ അത് ഇങ്ങനെ കുടിച്ചിട്ടിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം എന്താ ഫിനിഷ് ആയിട്ടാ. ആക്ച്വലി നമുക്ക് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാ ബർഗർ എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് ഉണ്ട് അല്ലേ? ക്രീമി ആയിട്ടുണ്ടല്ലേ? നല്ല ക്രീം പോലെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 3 ടൈപ്പ് ഫുഡേ പറഞ്ഞിട്ടോ ഇത്രയും ആൾക്കാർക്കും കൂടിയിട്ട്. പക്ഷെ ആ 3 ടൈപ്പ് ഫുഡ് പറഞ്ഞതും നമുക്ക് ഷെയർ ചെയ്ത് കഴിച്ചു നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടാവും. ആർക്കാർക്കും വിശപ്പില്ല. അപ്പൊ ഞങ്ങളുടെ ആനിവേഴ്സറി വീഡിയോ ഇത്രേ ഉള്ളൂ. കുറെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഡേ ഫുള്ള് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.